ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. ഓലക്കൊടിയൻ മീൻ വെച്ചുള്ള ഒരു കറി. ആദ്യമായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിലേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് ഉലുവയും അതിലേക്ക് ഇടുക. 3 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടതാണ്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം തീ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പൊടി വളരെ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ബിഗിനേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫിഷ് കറി കൂടെയാണ്. ഇവിടെ ബഹ്റൈനിൽ വളരെ റെയറായിട്ടാണ് ഓലക്കൊടിയൻ മീൻ അവൈലബിൾ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. മീൻ എപ്പോൾ ഓലക്കൊടിയൻ അവൈലബിൾ ആയിട്ടുണ്ടായാലും ഞങ്ങൾ വാങ്ങിച്ച് പൊതുവേ കറി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പൊടി നന്നായി ചൂടായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തിളപ്പിച്ച വെള്ളം ഇതിനടുത്ത് തന്നെ എടുത്തു വെക്കണം. പൊടി നന്നായി ചൂടായി എന്ന് ഉറപ്പായതിന് ശേഷം ഈ വെള്ളം അല്പാൽപമായിട്ട് ഈ ചട്ടിയിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരു തവിയെടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇത് നല്ല കുറുകി തിക്കായി വന്നു എന്നറിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഇത് നന്നായിട്ട് തിളച്ചു എന്ന് മനസ്സിലായതിന് ശേഷം നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഇതിലോട്ട് ചേർക്കുക. പിന്നെ കുറച്ചു നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ ഈ അടപ്പ് തുറന്ന് നോക്കുക. ആവശ്യത്തിന് വെള്ളം നമ്മൾ എടുത്ത് വെക്കണം. എന്നിട്ട് വെള്ളം ചേർത്ത് പിന്നെയും ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ വെക്കണം എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം നമ്മൾ തുറന്നു നോക്കി അത് പിന്നെയും ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഇതുവരെ ഓലക്കൊടിയൻ മീൻ കറി വെച്ചിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മറ്റ് മീൻ കറിയേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓലക്കൊടിയൻ മീൻ കറിയാണ്. ഞാൻ മീൻ കറി വെക്കാൻ അത്ര വലിയൊരു എക്സ്പേർട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ ഫിഷ് കറി എൻ്റെ ഫ്രണ്ടാണ് കറി വെക്കുന്നത്. എന്നെക്കാളും നന്നായിട്ട് എൻ്റെ ഫ്രണ്ട് കറി വെക്കും. അതുകൊണ്ട് തന്നെ ഫ്രണ്ടാണ് ഈ കറി വെക്കുന്നതും. അതിനുശേഷം നന്നായി തിളച്ചു വരുന്ന ഈ മീൻ കറിയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് ചേർക്കുക. അങ്ങനെ അതിനുശേഷം അത് നന്നായിട്ട് അതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ചേർക്കുക. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോയോളം വരുന്ന മീനാണ്. നമ്മൾ കറി വെക്കാനായിട്ട് മീൻ വാങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറിക്ക് അനുയോജ്യമായ കഷ്ണം നോക്കി വാങ്ങുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീൻ ചട്ടിയിലേക്ക് ഇട്ടാൽ അതിനുശേഷം തവി വെച്ച് ഒരിക്കലും ഇളക്കരുത്. നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാൻ അനുവദിക്കുക. മീൻകറി ഏതാണ്ടൊക്കെ ശരിയായി കഴിഞ്ഞു. അതിനുശേഷം നല്ല തിള വരുമ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് വേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അങ്ങനെ മീൻ കറി